ഏരണം കെട്ടവന്റെ പണിയായിരിക്കും ഇത്. അതി സാറേ, നിങ്ങളുടെ പ്രേമം കഷ്ടം കഷ്ടമായി വേസ്റ്റ് ബാസ്ക്കറ്റിൽ വീണല്ലോ. അതിന് കഴിഞ്ഞില്ലല്ലോ, നീ കണ്ടോ? ഇനി എന്ത് ഗിഫ്റ്റാ സാറേ? വീണ്ടും ഷോക്കായല്ലോ. അപ്പോ സാറ് സോസറിലും യെസ്, ഞാൻ വെച്ച എന്റെ പ്രേമ സന്ദേശം തന്നെയാ ഉള്ളത്. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന ആപ്തവാക്യം ഓർമ്മ വരുന്നു. വളരെ സീരിയസ് ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ട്. ഒരു തീരുമാനമാവും തോന്നുന്നു. എന്റെ പ്രപ്പോസൽ വായിച്ച് എന്റെ നേർക്ക് വരുമെന്ന് എഴുതിയപ്പോ അങ്ങോട്ടേക്ക് പോയതെന്താ? നിങ്ങളെ ഇന്ന് ഓഫീസിൽ നിന്ന് ഗെറ്റ് ഔട്ട് അടിക്കുന്ന തോന്നുന്നു. നോക്കാം. ഇത്ര ധൈര്യം എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ടേബിളിന്റെ മുകളിലും സോസറിലും എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഇനി എവിടൊക്കെ കാണുമെന്തോ. ഇതാ സാഡിസ്റ്റ് ഗിരി തന്നെ ആയിരിക്കും. തെളിവുകളില്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? തെളിയിക്കാം, വാ. ആരാ ഇവിടെ? ആരാ ഇത് എഴുതി വെച്ചത്? എന്തു പറ്റി സാർ? ആവണിയെ പറ്റി ഇങ്ങനെയൊക്കെ എഴുതി അവളുടെ ടേബിളിൽ വെച്ചത് ആരാന്ന് പറയാൻ. ഇത് ആരാ എഴുതിയതെന്ന് പറയാൻ. ആരാ എഴുതിയത്? ഈ പണി ചെയ്ത ആരാന്നാ ചോദിച്ചേ. എന്താ എഴുതിയത് ശ്രീകർ? I love you. Avani. I love you, Avani. നമ്മുടെ ഓഫീസിൽ ഇതൊക്കെയാണോ നടക്കുന്നത്? ആരാ എഴുതിയത്? മര്യാദയ്ക്ക് പറഞ്ഞോ. സ്ത്രീകളെ ബഹുമാനിക്കുന്ന ഓഫീസാണ് നമ്മുടേത്. ഈ കാര്യം നാളെ പുറത്തിറങ്ങിയ നമ്മുടെ കമ്പനിക്കല്ലേ അതിന്റെ ഡാമേജ്. ഇങ്ങനെ ചെയ്ത ആരായാലും ഉടനെ നമ്മുടെ ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യണം. ശേഖർ, നീയാണോ? ക്രാന്തി, നീയാണോ? സന്ദീപ്, നീയാണോ? ഒരു പെൺകുട്ടി ഓഫീസിലുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുവോ? സംസ്കാരമില്ലേ നിങ്ങൾക്ക്? ശ്രീകർ, ഇത് നീ വിട്ട് കളഞ്ഞാലും ഞാൻ വിടില്ല. ഇവൻ സാധാരണക്കാരനല്ലല്ലോ. ചെയ്തത് ആരാണെങ്കിലും അത് മുന്നോട്ട് വന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് വളരെ സിമ്പിൾ ആവും. അതല്ലെങ്കിൽ പിന്നെ അങ്ങനെ ആയിരിക്കില്ല. എങ്ങനെയെങ്കിലും ഈ സാഡിസ്റ്റിനൊന്ന് പെടുത്തണമല്ലോ. അവൻ എത്ര വിഷമിക്കുന്നത് കണ്ടില്ലേ? പറയുന്നുണ്ടോ ഇല്ലയോ? സാർ, ഇത് ചെയ്യാൻ സാധ്യതയുള്ളത് ആണുങ്ങളായതുകൊണ്ട് എല്ലാ ആണുങ്ങളെ കൊണ്ടും ഇതിലുള്ള അതേ മാറ്റർ പേപ്പറിലൊന്ന് എഴുതിച്ചാ പോരെ? കൈയെഴുത്ത് നോക്കി കള്ളനെ നമുക്ക് പിടിക്കാലോ. ഈ കൊളപ്പുള്ളി ഇപ്പോ എന്നെ ഇങ്ങനെ പെടുത്തിയത് എന്തിനാ? ഓരോരുത്തരായിട്ട് വാ.
ജസ്റ്റ് ആവണിന്ന് എഴുതിയ. താൻ പൊക്കോ. പൊക്കോ. ഞാൻ എഴുതണോ? ഇതും മാച്ച് ആവുന്നില്ല. ആരുടെയും മാച്ച് ആവുന്നില്ലേ? ഇല്ല, ഇനി നീ മാത്രമല്ലേ ബാക്കിയുള്ളൂ. നീ എഴുത്. എന്നെ സംശയിക്കുകയാണോ? ആദ്യം നീ എഴുത്. ആയി. മൊത്തം എഴുതണമെന്നില്ല, പേര് മാത്രം എഴുതിയാ മതി. അവസാനം ബാക്കിയുള്ളത് ഞാനായതുകൊണ്ട്, നിനക്ക് കൂടുതൽ സംശയമുള്ളത് ഞാനായതുകൊണ്ട്, അതുകൊണ്ട് ഞാൻ മുഴുവനായും എഴുതും. I love you. Avani. I love you, Avani. നോക്ക് ശ്രീകർ, നോക്ക്. നോക്ക്. എന്തു പറ്റി സാർ? മാച്ച് ആയില്ലേ? ഇതെങ്ങനെയാ ഇങ്ങനെ ആയത്? ഞാൻ പെട്ടെന്ന് തോന്നുന്നു. നീ ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എവിടേക്ക് വേണമെങ്കിലും അയച്ചോ ശ്രീകർ. ഞങ്ങൾ ആരും അല്ലെങ്കിൽ പിന്നെ അതാരായിരിക്കും? തെറ്റ് ചെയ്തവരെ എത്രയും പെട്ടെന്ന് കയ്യിൽ കിട്ടും. ഒന്നവൻ വിവരം അറിയും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കിക്കൂ. എഴുതിയത് നിങ്ങളല്ലേ? എന്നിട്ട് മാച്ച് ആവാത്തത് എന്താ? ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അറിയാവുന്നതുകൊണ്ട് അപ്പോ ഇടത്ത് കൈക്ക് എഴുതിയത്, ഇപ്പൊ വലത് കൈ കൊണ്ട് എഴുതി. എനിക്ക് ദീർഘവീക്ഷണം കൂടുതലാ കുളപ്പുള്ളി. എന്നോടുള്ള റിവെഞ്ച് തീർക്കാൻ വേണ്ടി എന്നെ പെടുത്തണമെന്ന് കരുതിയതല്ലേ? അങ്ങനെയൊന്നുമില്ല സാർ. അതെന്തോ പറ്റിയതാ, ഫ്ലോയിൽ വന്നതാ സാർ. സോറി സാർ. എന്തിനാ സാർ? എന്തിനാ സാർ?
ഇതെല്ലാം ചേർത്ത് ഒട്ടിച്ച് എന്റെ അടുത്തേക്ക് കൊണ്ടുപോവാ. ഇതോ? ഇവന്റെ കടവും തീർത്ത് എപ്പോഴാണാവോ ഞാൻ മോചിതനാവുന്നത്? ഇന്ന് അവൻ ചിലപ്പോൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഇനി ഒരിക്കലും അവൻ ഇങ്ങനെ രക്ഷപ്പെടാൻ ഞാൻ സമ്മതിക്കില്ല. ഇപ്പൊ ആ നാറിയെ ഈ ഓഫീസിൽ നിന്ന് പുറത്താക്കാനുള്ളതൊക്കെ ചെയ്യാം. നിങ്ങൾ ഈ കരുതുന്നത് ഒരു 3 മാസം കൊണ്ടോ 6 മാസം കൊണ്ടോ നടക്കുമായിരിക്കും. ഞാൻ ആലോചിക്കുന്ന കാര്യം ഒന്ന്, നിങ്ങൾ ആലോചിക്കുന്നത് മറ്റൊന്ന്. ബാക്കിയുള്ളവർക്കെല്ലാം സംസ്കാരവും ബോധവും ഒക്കെ ഉള്ളതുകൊണ്ട് നിങ്ങൾ പറഞ്ഞതുപോലെ എന്റെ പേര് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അവൻ മാത്രം നിങ്ങളുടെ മുന്നിൽ വെച്ച് നിങ്ങളുടെ ഭാര്യയോട് ഐ ലവ് യു എന്ന് പറഞ്ഞു. അവൻ ഓരോ അക്ഷരങ്ങളും എഴുതിയപ്പോ അതിലെ ഓരോ വാക്കും ഓരോ കത്തി പോലെ ഒരു അമ്പ് പോലെ മാറി എന്റെ മനസ്സിനെ വെട്ടി നുറുക്കിയത് പോലെ എനിക്ക് തോന്നിയേട്ടാ. സൃഷ്ടികളിൽ നിന്നെ പോലൊരു സുന്ദരി വളരെ കുറച്ചേ ഉണ്ടാകൂ അവനി. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വാക്ക് എത്ര പവിത്രമായതാ. ആ വാക്ക് പരിശുദ്ധമായ മനസ്സോടെ പ്രാണന്റെ പ്രാണനായി സ്നേഹിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി സന്തോഷക്കടലിൽ മുങ്ങും. ആകാശത്തോളം ആനന്ദം ഉണ്ടാകും അവൾക്ക്. പക്ഷെ ആർത്തിയോട് ഒരാൾ പറയുമ്പോ അസഹ്യമാണ് അവൾക്ക്. അങ്ങനെ ഒരു നീചനത് പറയുമ്പോ നരകം പോലെയുണ്ടത്. എന്റെ ചേച്ചിയുടെ ബുദ്ധിമുട്ടുകളെ വീട്ടാൻ വേണ്ടി നിങ്ങളുടെ അടുത്തുനിന്ന് പൈസ വാങ്ങാൻ മടിയുള്ളതുകൊണ്ടാ ഞാനൊരു ജോലിക്ക് ചേർന്നത്. കൂടെ ജോലി ചെയ്യുന്നവളെ അനിയത്തിയെ പോലെ കാണാൻ മനസ്സില്ലാത്തൊരു ദുഷ്ടൻ ഇങ്ങനെ ഒരിടത്തുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത് പോലും ഇല്ല ഏട്ടാ. എന്നെ ബഹുമാനത്തോടെ കണ്ടിരുന്നവര് നാളെ തൊട്ട് എന്നെ പെറുപെറുത്ത് സംസാരിക്കാലോ എന്നോർത്ത് തന്നെ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് ഏട്ടാ. ആ ഓഫീസിൽ ഞാൻ ഇനി എങ്ങനെ കാലുകുത്തും? ഇതൊക്കെ ഇനിയും എത്ര കാലം എനിക്ക് സഹിക്കാൻ കഴിയും? ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള ഉത്തരവായത്. എത്രയോ അപമാനങ്ങൾക്ക് ഇതാ ഗുണപാഠം. എത്രയോ പ്രശ്നങ്ങൾക്ക് ഇതാ പരിഹാരം. പക്ഷെ എനിക്കിത് നിങ്ങളുടെ മുന്നിലല്ലാതെ മൂന്നാമതൊരാളുടെ മുന്നിൽ എനിക്കിത് പുറത്തെടുക്കാൻ പോലും കഴിയുന്നില്ല. സോറി അവനി, ഐ എം റിയലി സോറി. ഞാനിനി എന്തൊക്കെ തന്നെ പറഞ്ഞാലും എത്ര സോറി പറഞ്ഞാലും ഞാൻ ചെയ്ത തെറ്റുകളൊന്നും തന്നെ തന്റെ മനസ്സിനുണ്ടാക്കിയ മുറിവുകൾ ഉണക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സത്യം മറയ്ക്കാൻ വേണ്ടി തന്നെ ഞാൻ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടെന്നറിയാം. വലിയ മനസ്സുണ്ടാവണം, എന്നോട് ക്ഷമിക്കണം. അവർക്കിടയിൽ വെച്ച് തെറ്റ് ചെയ്ത ആളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. പക്ഷെ അവിടെ വെച്ച് തന്നെ തന്റെ അഭിമാനത്തിന് ഇത്രയൊക്കെ കോട്ടം തട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ലടോ. എന്നോട് ക്ഷമിക്ക്. I love you so much, Avani.
ജീവിതം വളരെ റുട്ടീനായിട്ട് പോകുന്നുണ്ട് സിസ്റ്റർ. എന്തെങ്കിലും അതിനൊരു വലിയ മാറ്റം ഉണ്ടാവണം. എന്തു മാറ്റമാ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതറിയാമെങ്കിൽ അച്ഛൻ തന്നെ പറയൂലോ. കറക്റ്റ്. ഏട്ടാ, ഞാൻ ആദ്യം മുന്നിൽ പോവാം. നിങ്ങളൊരു ഗ്യാപ്പ് ഇട്ട് വന്നാൽ മതി. അങ്ങനെ വിട്ടുകളയല്ലേ വസന്ത, ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്ക്. ഒട്ടകത്തിന് സ്ഥലം കൊടുത്താ പിന്നെ വീശി കൊടുക്കണോന്നാ. എവിടുന്നോ വന്നൊരു അതിഥിക്ക് നമ്മളെല്ലാരും കൂടെ ചേർന്ന് വേല ചെയ്യേണ്ട അവസ്ഥയായി. നമ്മളുടെ അവസ്ഥ ഇപ്പൊ അത് തന്നെയല്ലേ അച്ഛാ? അതെ. നിനക്ക് ഭാഗ്യമുണ്ട്, ഗസ്റ്റ് ആയിട്ട് വന്ന് വീട്ടുകാരിയായില്ലേ. അതുകൂടാതെ എന്റെ ശ്രീകരേട്ടനുമായിട്ട് ഓരോ ദിവസവും വല്ലത് അടുക്കുന്നുണ്ട്. ഇവിടെ സംസാരിക്കുന്നവരെ കണ്ടിട്ട് മനുഷ്യരാണെന്ന് തോന്നുന്നില്ലേ? ഒരുമിച്ചുള്ള കറക്കം, ഒരുമിച്ചുള്ള കാറിൽ യാത്ര, നിനക്കുള്ള ഭാഗ്യം എനിക്ക് കിട്ടാതെ പോയല്ലോ. എനിക്കൊരു ചെറിയ സംശയം. ഞാൻ ഈ വീട്ടിലെ കാലെടുത്ത് വെച്ച അന്നു തൊട്ട് നിങ്ങൾ സംശയത്തോടെ തന്നെയല്ലേ എന്നെ നോക്കുന്നത്? അയ്യോ, വലിയ സത്യവാൻ സാവിത്രി പോലെ സംസാരം. ഒന്നടങ്ങ് ചേച്ചി. ഇപ്പൊ തോന്നിയ സംശയം വളരെ വലുതാവനി. ഞങ്ങളുടെ ശ്രീകറുമായി നിനക്ക് സൗഹൃദം മാത്രമാണോ ഉള്ളത്? അതല്ലാതെ ഞങ്ങളുടെ കണ്ണു വെട്ടിച്ച് ദാമ്പത്യ ജീവിതം നടത്തുന്നുണ്ടോ? ഏട്ടത്തി, ഏട്ടത്തി, ഏട്ടത്തി. ചൈന മതിലെത്തിയല്ലോ. ഇനി നമുക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെയൊക്കെ സംസാരിച്ചുണ്ടല്ലോ. തോന്നുന്നത് പറയുന്നതിൽ എന്താണ് തെറ്റ്? എന്ത് പറഞ്ഞാലും കേട്ട് നിൽക്കാന്ന് കരുതി വായി തോന്നിയതൊക്കെ വിളിച്ചു പറയരുത്. തിരിച്ച് ഞാൻ എന്തെങ്കിലും പറഞ്ഞാ അത് കേട്ട് എല്ലാവർക്കും വിഷമാവും. ഞങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത മാത്രമല്ലേ നീ പറയുള്ളൂ. അവരുടെ ഭാഗത്ത് നിങ്ങളൊക്കെ എന്ത് തെറ്റാ കണ്ടത്? ഗേറ്റ് കടക്കുന്നത് വരെ നടന്നു പോയിട്ട് ഗേറ്റ് കഴിയുമ്പോ നിന്റെ കാറിൽ കയറും. തിരിച്ചു വരുമ്പോ പോലും അതേ നാടകം. അങ്ങനെ ചെയ്യുന്നവരെ പിന്നെ എന്തു പറയണോടാ? നിങ്ങളുടെയൊക്കെ സംശയം പേടിച്ചിട്ട് തന്നെയാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ പറയുന്നത് കേട്ടോ. ഇനി മുതൽ ആവനിയെ എന്റെ കാറിൽ കൊണ്ടുപോയി ഞാൻ തന്നെ ഓഫീസിൽ ഡ്രോപ്പ് ചെയ്യും. എന്റെ കാറിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും. രണ്ടുപേരും എങ്ങോട്ടാണെങ്കിലും പുറത്തു പോകുന്നത് ഒരുമിച്ച് തന്നെയായിരിക്കും. ഞങ്ങള് കാര്യത്തിൽ ആരും ഇടപെടണ്ട. ഞങ്ങള് കാര്യം ആരും നോക്കണ്ടെന്ന്. ഞങ്ങളെ പ്രൈവസിക്ക് നിങ്ങൾ തടസ്സം നിന്നാ നല്ലതിനായിരിക്കില്ലത്. ഇനി ഒരിക്കൽ കൂടി ആവനി എന്തെങ്കിലും പറഞ്ഞാ നോക്കിയിരിക്കില്ല ഞാൻ. സഹിക്കുന്നതിനും ഇങ്ങനെ കേട്ടു നിൽക്കുന്നതിനും ഒരു പരിധി വേണം ആവനി. ഇനി ഇവിടെ ആരെന്ത് പറഞ്ഞാലും അത് കേട്ടു നിൽക്കണ്ട. അയ്യോ, അളിയൻ ഞെട്ടിച്ച് കളഞ്ഞല്ലോ. ഇതിനെയാ സ്റ്റേജ് 2 എന്ന് പറയുന്നേ. ഏതെങ്കിലും ഒരു ദിവസം ആവനിയെ അവൻ കെട്ടിക്കോളാമെന്ന് പറയുമോ എന്തോ.
ഞങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടത്തി തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ചേച്ചി ഇങ്ങനെ പറയുന്നേ? സ്റ്റേജ് 3 കടക്കാതെ നോക്കണം. ആ അവനിയാ പ്ലാൻ ഇട്ടിട്ട് ശ്രീകറിനെ അവളുടെ പിറകെ നടത്തിക്കുന്നത്. എന്ത് ചെയ്യണമെന്ന് ഈ രാത്രി തന്നെ ആലോചിച്ച് പ്ലാൻ ചെയ്യണം.